അയ്യ വണക്കം അടി അടി എന്നൊക്കെ പറഞ്ഞാൽ പൊരിഞ്ഞ അടി. കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ ഒരു വ്യോമാക്രമണം നടത്തിയത്. അഫ്ഗാനിസ്ഥാനിൻ്റെ അതിർത്തി കടന്നു ചെന്ന് അഫ്ഗാനിസ്ഥാനിലെ 12 സിവിലിയൻസിനെയാണ് പാകിസ്ഥാൻ എയർഫോഴ്സ് അവിടെ വകവരുത്തിയത്. 12 സിവിലിയൻസ്, പാവപ്പെട്ട അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്നിവിടെ സുഡാപ്പികൾ പറയില്ലേ. അഫ്ഗാനിസ്ഥാനിൽ കൊന്നുകഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കാരണം അവിടെ ഒരു മത ഐക്യമുണ്ട്. പക്ഷേ ഇസ്രായേൽ ഗാസയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. കാരണം അവിടെ ഒരു മത ഐക്യമില്ല, മറിച്ച് ഒരു മത ഐക്യമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു മതത്തിന്മേലുള്ള ഒരു കളി പൊളിറ്റിക്സിലായിരുന്നാലും മീഡിയയിലായിരുന്നാലും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗാസയിൽ മാത്രമേ ഞങ്ങൾ പ്രതികരിക്കുകയുള്ളൂ. അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ നെഹി എന്ന് പറഞ്ഞാൽ നെഹി, ഖൈബർ പഖ്തൂൺഖയിൽ തലയ്ക്ക് മാട്ട ബോംബിട്ട് ആര്? പാകിസ്ഥാൻ. അവിടെയുള്ള ജനങ്ങളുടെ തലയ്ക്ക് മാട്ട. അപ്പോഴും സ്ത്രീകളും കുട്ടികളും ഒക്കെ അവിടെ മരിച്ചിരുന്നു. നമ്മുടെ റിയാസ് മന്ത്രി അത് കണ്ടില്ല. ഇവിടെ പലസ്തീൻ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരെണ്ണം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റിയാസ് മന്ത്രി അതിൽ വന്ന് ഇങ്ങനെ പൂവൊക്കെ ഇങ്ങനെ അർപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ പൊതിഞ്ഞ് കിടത്തിയിരിക്കുന്ന പല ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇതേ സംഭവം വലിയ രീതിയിൽ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്തത് പാകിസ്ഥാൻ ഖൈബർ പഖ്തൂൺഖയിൽ ബോംബിട്ടപ്പോഴാണ് എന്നുകൂടെ. അല്ല, ഒരു കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, ഒന്നും തോന്നരുത് കേട്ടോ. അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തി. കഴിഞ്ഞ ദിവസമാണ് ഈ ആക്രമണം നടത്തിയത്. ഈ ആക്രമണം നടത്തിയത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച് യവന്മാരെ ചാക്കാലെ അടുക്കാറായെന്ന്. കാരണം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ അടിക്കും തോറും അഫ്ഗാനിസ്ഥാൻ കൂടുതൽ ശക്തി ആർജിച്ച് തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. പാകിസ്ഥാൻ പട്ടാളക്കാരെല്ലാം അവന്മാരെ അടിച്ച് ചുരുട്ടി അവന്മാരെ ടാങ്കറൊക്കെ എടുത്ത് അഫ്ഗാനിസ്ഥാനിലൂടെ ഇപ്പോൾ ചിൽഡ്രൻസ് പാർക്കിൽ ഓട്ടിച്ച് കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊന്നാമത്തെ കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഈ പാകിസ്ഥാനിലെ ചാമൻ ജില്ല എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. ഈ ചാമൻ ജില്ല എന്ന് പറയുന്ന ഒരു ജില്ലയ്ക്കും സ്പിൻ ബോൾഡാക്ക് ജില്ല എന്ന് പറയുന്ന ഒരു ജില്ലയ്ക്കും ഇടയിൽ ആണ് ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ അഫ്ഗാനിസ്ഥാൻ സേന അവിടെ എത്തുകയും താലിബാൻ സേന അവിടെ എത്തുകയും പാകിസ്ഥാന് നേരെ അച്ചം പുച്ചം അടി തുടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പാകിസ്ഥാൻ നേരെ അവിടെ അച്ചം പുച്ചം അടി തുടങ്ങിയതിന് ശേഷം പാക് പട്ടാളക്കാർ ചിതറി ഓടുകയായിരുന്നു. കാരണം ഈ പാക് പട്ടാളക്കാരുടെ ഒരു ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോ ഗതിയാണ്, പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. കാരണം ഇവന്മാർക്ക് കൃത്യമായിട്ടുള്ള വെപ്പൺസ് ഇല്ല, കൃത്യമായിട്ട് യാതൊരുവിധ സന്നാഹങ്ങളുമില്ല എന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയണം. അത് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടതാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ഈ ഭാഗവുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് വായിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതായത് പാക് പട്ടാളം ഹസീം മുനീർ എന്ന് പറയുന്ന വേട്ടാവളിയനുണ്ടല്ലോ, ഈ വേട്ടാവളിയൻ ആ സമയത്ത് ബംഗറിൽ കയറിയിരുന്നു. അപ്പോഴാണ് ഈ പാക് പട്ടാളത്തിനകത്തെ ഈ സ്വർഗാനുരാഗവും, അതായത് പാക് പട്ടാളക്കാരെ സ്വർഗാനുരാഗികളാക്കി മാറ്റുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് ആ സമയത്ത് പുറത്തു വന്നിരുന്നു. പട്ടാളക്കാരെ മുഴുവൻ സ്വർഗാനുരാഗത്തിന് നിർബന്ധിക്കുകയാണ് ഇവന്മാർ എന്നുള്ളതാണ് ഇവന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പാരച്യൂട്ട് കമ്പനിയൊക്കെ പാകിസ്ഥാനിലാണ് തുടങ്ങിയിരുന്നെങ്കിൽ മറ്റ് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് കൊയ്തേനെ എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വർഗാനുരാഗത്തിനെ അവിടെ നിർബന്ധിക്കുന്നു, പീഡനമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പാക് പട്ടാളക്കാരെ ഹസീം മുനീറിന് ഇഷ്ടമില്ലാത്ത പാക് പട്ടാളക്കാരെ എല്ലാം ബലൂചിസ്ഥാൻ മേഖലയിലേക്ക് പറഞ്ഞയക്കുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ട് ആ സമയത്ത് വന്നിരുന്നു. കാരണം ഈ ബലൂചിസ്ഥാൻ മേഖലയിലേക്ക് പാക് പട്ടാളം പോയി കഴിഞ്ഞാൽ ഹസീം മുനീറിന് ഇഷ്ടമില്ലാത്തവരാണ്. അങ്ങനെയുള്ളവൻ പാകിസ്ഥാൻ എങ്ങനെ ഈ ബലൂചിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ, പട്ടാളക്കാരൻ പോയി കഴിഞ്ഞാൽ അവൻ പിന്നെ ഡെഡ് ബോഡി ആയ ശേഷമേ തിരിച്ചു വരൂ. കാരണം ബലൂചിസ്ഥാനിലുള്ള ബലൂച്ച് ലിബറേഷൻ ആർമി അവരെ തട്ടിക്കളയുമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവപ്പെട്ടിയുടെ പോലും ആവശ്യമില്ല. അതുകൊണ്ട് ചില ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുന്നത് കണ്ടു, ശവപ്പെട്ടി കച്ചവടക്കാരിൽ നല്ല ഗോളായിരിക്കും. എന്തായാലും ശവപ്പെട്ടിയുടെ പോലും ആവശ്യമില്ല, IED വെച്ച് ഇങ്ങനെ പൊട്ടിച്ചെതറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കയ്യോ കാലോ നഖമോ പോലും കിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു കൃത്യമായിട്ടുള്ള എക്സിക്യൂഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ. അതിനുശേഷം ഇന്ത്യയുടെ നേവി ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അടുത്തടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോക്കൃത്തരം കാണിക്കരുത്. അതായത് നീയൊക്കെ അടിക്കുന്നെങ്കിൽ കയറി അടിച്ചോ, പാകിസ്ഥാൻ ആർമി അടിക്കുന്നെങ്കിൽ അടിച്ചോ, പക്ഷേ നമ്മളടുത്ത് അടിക്കാൻ പറയരുത്. 3 സബ്മറൈനാണ് ഇവിടെ കട്ടപ്പുറത്തിരിക്കുന്നത്. ഞാൻ അന്നേ പറയാണ് സബ്മറൈൻ കട്ടപ്പുറത്തിരിക്കുകയാണെന്ന്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തോന്നെടുത്തിട്ട് അടിക്കും എന്നാണ് അവിടെയുള്ള ആര് പറഞ്ഞത്? പാകിസ്ഥാൻ നേവിയുടെ ചീഫ് പറഞ്ഞത്. അങ്ങനെ യവന്മാർ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് ഈ തുള വീണ സബ്മറൈനുമായിട്ട് നേരെ ഫ്ലീറ്റ് എന്ത് ചെയ്തു? നേരെ കടലിലേക്ക് ഇറക്കിയിട്ട് ഇന്ത്യൻ സൈന്യം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും തോറും യവന്മാർ എന്ത് ചെയ്യും? പല കടലിടുക്കിലും പോയി ഒളിച്ചിരിക്കും. എന്നിട്ട് ഇങ്ങോട്ട് വാടാന്ന് പറയും. അങ്ങോട്ടേക്ക് പോകുമ്പോൾ യവന്മാർ ഇറാൻ അതിർത്തി കടന്ന് പോയി ചബഹർ തുറമുഖത്തിൻ്റെ അടുത്തേക്ക് പോയി ഒളിച്ചിരുന്നു എന്നുള്ള ദൃശ്യങ്ങൾ, സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഈ ഇടയ്ക്കാണ് പുറത്തു വന്നത്. അപ്പോൾ അത്ര ധൈര്യമാണ് യവന്മാർക്ക്. പോരാത്തതിന് പാകിസ്ഥാൻ പട്ടാളക്കാരുടെ ഒരു അധോഗതി പറയുകയാണെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള വെപ്പൺസ് ഇല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു. പക്ഷേ ഉള്ള വെപ്പൺസ് ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് കിട്ടുന്നത് ആ ഉപയോഗിക്കാൻ അറിയാവുന്ന വെപ്പൺസ് അല്ല, വേറെ വെപ്പൺസൊക്കെയാണ് എടുത്തു കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത്രയ്ക്ക് ഗംഭീരമാണ് പാകിസ്ഥാൻ പട്ടാളം എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ താലിബാൻ എന്ന് പറഞ്ഞാൽ യവന്മാർക്ക് ബെൽറ്റ് ബോംബും കിട്ടി അവന്മാർ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിത്തെറിക്കാൻ യാതൊരുവിധ മടിയുമില്ല. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിത്തെറിക്കും. അതിൽ ഒരു മടിയില്ലാത്ത നുഴഞ്ഞു കയറ്റ യുദ്ധതന്ത്രത്തിൽ വിദഗ്ധന്മാരായിട്ടുള്ള ഈ താലിബാൻ പട്ടാളം
ഇവർ അടി തുടങ്ങി. അടി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചിമിട്ട അടി. കഴിഞ്ഞ ദിവസം രാത്രി കിട്ടിയതിനെക്കാട്ടിലും മികച്ച അടിയാണ് ഇത്തവണ കിട്ടിയതെന്നാണ് പാകിസ്ഥാൻ ആർമി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് കൂടുതൽ പാകിസ്ഥാൻ ആർമി ആൾക്കാരെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ പട്ടാളക്കാരെ ആകർഷിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് താലിബാൻ. ആകർഷിച്ച് വിളിക്കുകയെന്ന് വേണ്ട, കിട്ടിയ അടിയിലെ വെയിറ്റ് കൊണ്ട് പാകിസ്ഥാൻ പട്ടാളക്കാരന്മാർ ചത്തുമലയ്ക്കുമ്പം കൂടുതൽ ആൾക്കാർ അവിടെ വരേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തും വലിയ രീതിയിലുള്ള നാശനഷ്ടമുണ്ടായി. വലിയ രീതിയിലെന്ന് പറഞ്ഞാൽ അവിടെ ആൾക്കാർ കൂടുതലും ഈ ചാവേർ ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തും വലിയ രീതിയിലുള്ള ഒരു കാഷ്വാലിറ്റി ഉണ്ടായി എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ യവന്മാർ നാക്ക് വളയ്ക്കുന്നത്, തിന്നാനും നാക്ക് വളയ്ക്കുന്നത് കള്ളത്തരം പറയാൻ വേണ്ടി മാത്രമായതുകൊണ്ട് യവന്മാരെ നമ്മൾ എത്രത്തോളം വിശ്വസിക്കും എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ അപ്പുറത്ത് താലിബാൻ യവന്മാരുടെ ആയുധങ്ങളും മറ്റതും മറിച്ചതും എല്ലാം പിടിച്ചെടുത്തുകൊണ്ട് വന്ന് നേരെ കാബൂളിൽ കൊണ്ടുപോയി അവിടെ റോഡ് സൈഡിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് താലിബാനെ നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റും. പക്ഷേ പാകിസ്ഥാൻകാരൻ ഇവൻ ഇതിനൊന്നിനും യാതൊരുവിധ യാതൊരുവിധ തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പാകിസ്ഥാൻ പട്ടാളത്തിന് യാതൊരുവിധ തെളിവോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ താലിബാൻ കൃത്യമായിട്ടുള്ള തെളിവുകളോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ കനത്ത വെടിവെപ്പുണ്ടായി. താലിബാൻ പാകിസ്ഥാൻ്റെ അതിർത്തി പോസ്റ്റുകളെല്ലാം തച്ച് തകർത്തു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നു. താലിബാനെതിരെയുള്ള ഒരു പാകിസ്ഥാൻ ടാങ്ക് താലിബാൻ പിടിച്ചെടുത്ത് ഓടിച്ചു കൊണ്ടുപോയി. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് താലിബാനെതിരായിട്ടുള്ള പാകിസ്ഥാൻ ടാങ്ക് ഓടിച്ചുകൊണ്ട് പോകുന്നത്. ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഈ ദൃശ്യങ്ങൾ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ 50 പേർ കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിക്കുന്നു. 100-ലേറെ പേർക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. 48 മണിക്കൂറിലേക്ക് എന്തായി വെടിനിർത്തൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ചെറിയ ചെറിയ അടിയിൽ മാത്രമേ വെടിനിർത്തലുള്ളൂ കേട്ടോ. യുദ്ധത്തിലൊന്നും നമ്മൾ വെടിനിർത്തില്ല. യുദ്ധത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്ത കൊടുക്കുന്നതിന് തെറ്റാണ്. കാരണം യുദ്ധത്തിൽ വെടിനിർത്തൽ, ഒരു യുദ്ധം നടക്കുകയാണ്, അതിലെവിടെയാണ് വെടിനിർത്തൽ? യുദ്ധത്തിൽ എന്താണുള്ളത്? യുദ്ധത്തിൽ ഒരു സമാധാന കരാറ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇസ്രായേൽ ഗാസയിൽ ചെയ്തതുപോലെ വെടിനിർത്തൽ നടത്തണം. അതായത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നമ്മൾ വെടിനിർത്തും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെയുള്ള ഹമാസോളികളെല്ലാം ആശ്വസിച്ചോ അത്രയുള്ള സമയമെങ്കിലും കഞ്ഞി കുടിച്ച് കിടക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ കാണാടാ 10 മണി മുതൽ 6 മണി വരെ ഇടാൻ കളക്ട് ചെയ്ത് വെച്ച ബോംബെല്ലാം കൂടെ 6 മണിക്ക് ശേഷം ഇടുന്ന ബോംബിൻ്റെ കൂടെ യവന്മാർ എടുത്തിട്ട്, അതായത് ഡബിൾ ആയിട്ട് യവന്മാർ അടിക്കാൻ തുടങ്ങി. അതോടുകൂടി ആ ഒരു ആശ്വാസവും പോയി കിട്ടി. അങ്ങനെയൊക്കെ വെടി നിർത്തണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്നൊക്കെ പറയുന്നത്. ചെക്ക് പോസ്റ്റ്, ആയുധം, ടാങ്ക് എല്ലാം താലിബാൻ പിടിച്ചെടുത്തു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. മിക്ക സൈനിക സ്ഥാപനങ്ങളും സൈനിക പോസ്റ്റുകളും നശിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അതിർത്തി ജില്ലകളിലെല്ലാം തന്നെ സ്ഫോടനാത്മകമായിട്ടുള്ള സാഹചര്യം നിലനിന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. അഫ്ഗാൻ സേന സ്പിൻ ബ്ലോക്ക് ഗേറ്റ് അത് പിടിച്ചെടുത്തു എന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ പാകിസ്ഥാൻ സേന അവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും യുദ്ധത്തിൻ്റെ കാര്യം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്തിനാണ് ഈ യുദ്ധം നടത്തിയ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ യുദ്ധത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നത്? വല്ല കാര്യം ഉണ്ടായിരുന്നോ? പാകിസ്ഥാനാണ് ആദ്യം കാബൂളിലേക്ക് കയറി അറ്റാക്ക് ചെയ്തത്. എന്തായിരുന്നു പ്രകോപനം? പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ല. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങളറിയാത്ത ആ കഥ ഇനിയാണ് ആരംഭിക്കുന്നത് എന്നായിരുന്നു ആ വീഡിയോയുടെ പേര്. ബലൂചിസ്ഥാനാണ് ഇനി കൃത്യമായിട്ടുള്ള വെള്ളം നിലം എന്ന് പറയുന്നത്. ഗ്രാൻഡ് ചെസ് ബോർഡ് എന്ന് പറയുന്നത് ബലൂചിസ്ഥാനാണ്. ഈ അഫ്ഗാനിസ്ഥാനെ ഇൻസ്റ്റേബിൾ ആക്കേണ്ടത് അമേരിക്കയുടെ വലിയ രീതിയിലുള്ള ആവശ്യമാണ്. അഫ്ഗാനിസ്ഥാനെ ഇൻസ്റ്റേബിൾ ആക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണെന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ഏഷ്യയിലെ സമ്പൂർണ്ണമായിട്ടുള്ള പവർ സോഴ്സുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഗ്വാദ്വാർ തുറമുഖത്തിലേക്കും ബലൂചിസ്ഥാൻ വഴി ഇറാനിലുള്ള നമ്മുടെ ചബഹാർ തുറമുഖത്തിലേക്കും കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും. അത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമാണ്. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള സാധ്യത അഫ്ഗാനിസ്ഥാനിലുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സർക്കാർ വരാൻ പാടില്ല. എന്നാൽ ഇന്ത്യ അവർക്ക് അരിയും പൊരിയും ശർക്കരയും കൊടുത്തുകൊണ്ട് അവിടെ ഒരു സർക്കാർ സ്റ്റേബിൾ ആക്കാനാണ് നോക്കുന്നത്. ഇല്ലെങ്കിൽ ഉള്ള സർക്കാർ നമുക്ക് അനുകൂലമാക്കാനാണ് ഇന്ത്യ നോക്കുന്നത്. അല്ലാതെ താലിബാൻ മന്ത്രിയെന്നും ഇവിടെ വിളിച്ചിരുത്തി സൽക്കരിക്കാൻ നമ്മുടെ തലയ്ക്ക് ഓളം ഉള്ളത് കൊണ്ടല്ലേ എന്ന് മനസ്സിലാക്കണം. ചൈനയാണെങ്കിൽ അവന്മാർക്ക് ഡ്രോണുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റഷ്യ ആണെങ്കിൽ യുവന്മാരെ വിളിച്ച് വലിയ രീതിയിലുള്ള മീറ്റിംഗ് ഒക്കെ നടത്തുകയാണ്. ഇന്ത്യയുടെ ആവശ്യം എന്ന് പറയുന്നത് തുർക്ക്മെനിസ്ഥാനിൽ നിന്നുള്ള ഒരു ഗ്യാസ് പൈപ്പ് ലൈനാണ്. അത് തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് നേരെ വന്ന് അഫ്ഗാനിസ്ഥാനിൽ കയറി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാനിലെ കൊറ്റയിലേക്ക് വന്ന് കൊറ്റയിൽ നിന്ന് നേരെ പാകിസ്ഥാൻ്റെ സിന്ധു മുറിച്ച് നമ്മുടെ പഞ്ചാബിലേക്ക് വന്ന് കയറും. 14 ക്യൂബിക് മീറ്റർ ഗ്യാസാണ് അതിൽ നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ താലിബാൻ അതിന് പ്രൊട്ടക്ഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോസ്കോയുടെ ആവശ്യം എന്താണ്? മോസ്കോയുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ലാഹോർ, അതായത് കറാച്ചിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ ഇടണം. അപ്പോൾ ഈ 2 ഗ്യാസ് പൈപ്പ് ലൈനും അണ്ണ സംരക്ഷണം തരും എന്നാണ് കൃത്യമായിട്ട് ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ സംരക്ഷണം തരും? ബലൂചിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിൽ കൃത്യമായിട്ടൊരു ഹോൾഡ് എടുക്കാൻ സാധിക്കുമോ? അതറിയാമോ? ഈ ബലൂചിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിൽ കൃത്യമായിട്ടുള്ള ഹോൾഡ് എടുക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പ്രദേശമല്ല. ബലൂചിസ്ഥാനിൽ പാക് ഒക്കുപ്പൈഡ് ബലൂചിസ്ഥാനുണ്ട്, അഫ്ഗാൻ ഒക്കുപ്പൈഡ് ബലൂചിസ്ഥാനുണ്ട്, ഇറാൻ ഒക്കുപ്പൈഡ് ബലൂചിസ്ഥാനുണ്ട്. ഈ അഫ്ഗാൻ ഒക്കുപ്പൈഡ് ബലൂചിസ്ഥാനിലെ ഖറാൻ എന്ന് പറയുന്ന പ്രദേശത്ത് അതിഭീകരമായിട്ടുള്ള റെയർ എർത്ത് മെറ്റൽസിൻ്റെ ശേഖരമുണ്ട്. ഈ റെയർ എർത്ത് മെറ്റൽസിൻ്റെ ശേഖരം ഇപ്പോൾ ബലൂചിസ്ഥാൻ്റെ കൂടെ ചേർന്ന്
പെട്ടെന്ന് താലിബാൻ എന്ത് ചെയ്തു, സംരക്ഷിച്ച് തുടങ്ങി എന്നുള്ളൊരു റിപ്പോർട്ട് നൈസായിട്ട് പുറത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അത് ഈ പൈപ്പ് ലൈൻ സംരക്ഷിക്കുക ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബലൂചിസ്ഥാനിലെ ഈ വലിയ രീതിയിലുള്ള റെയർ എർത്ത് മെറ്റൽസിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാനെ എത്രയും വേഗം തകർക്കണം. പിന്നെ ഈ പൈപ്പ് ലൈൻ ഇങ്ങോട്ടേക്ക് അഫ്ഗാനിസ്ഥാൻ വഴിയാണ് വരുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പൊതുവെ ശാന്തമായി കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാൻ ഒരു സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ, ഒരു ഹൈ ടെൻഷൻ മോഡുണ്ടല്ലോ, അഫ്ഗാനിസ്ഥാനിൽ ഏത് സമയം എന്ത് സംഭവിക്കാം എന്നുള്ളൊരു ഹൈ ടെൻഷൻ മോഡ് അങ്ങ് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിക്ഷേപകർ അവിടെ വരും. നിക്ഷേപകർ വന്നിട്ട് ഈ പൈപ്പ് ലൈൻ കൂടുതൽ നിക്ഷേപിക്കാനായിട്ടുള്ള ഒരുക്കം നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പാടില്ല. ഒരു രാജ്യം എപ്പോഴും കലുഷിതമായിക്കൊണ്ടിരിക്കണം, കലുഷിതമായിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യത്ത് നിക്ഷേപകരൊന്നും വരാതിരിക്കുകയുള്ളൂ. പല പല കമ്പനികളും പൂട്ടിപ്പോവുകയുള്ളൂ. കമ്പനികൾ ഇനി ആരെങ്കിലും വരണമെങ്കിൽ തന്നെ ഇത് കാണിച്ചിട്ട് കണ്ട കലാപമാണ് എന്ന് പറഞ്ഞാൽ അത് കാണിച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, അവരെവിടെ നിന്ന് ഓടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ ഇന്ത്യയിൽ എപ്പോഴും ജൻസിയെ തെരുവിലിറക്കാനായിട്ട്, കലാപം നടത്താനായിട്ട് ശ്രമിക്കുന്നു, വോട്ട് ചോദ്യം നടത്താൻ ശ്രമിക്കുന്നു. കർഷക സമരം വന്നപ്പോൾ എല്ലാ എണ്ണം കൂടെ തെരുവിലിറങ്ങിയതാണ്. എല്ലാ എണ്ണവും തെരുവിൽ വന്നപ്പോൾ ആഴ്ച എല്ലാ എണ്ണത്തിൻ്റെ ആസനം കയറി വിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിന് മുമ്പേ കശ്മീർ വിഷയത്തിൽ അതിൽ പിന്നെ തെരുവിലിറങ്ങാനുള്ള സ്കോപ്പില്ല. കാരണം കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഉദാഹരണത്തിന് ഈ മഹാത്മാഗാന്ധിക്കെതിരെ ഇവിടെയുള്ള RSSകാർ നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയാണ് ഈ ഇന്ത്യ പാക് വിഭജനത്തിന് കാരണമെന്ന് പറയുന്നത്. അതിൽ ഏകദേശം കോടിക്കണക്കിന് ഹിന്ദുക്കൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി അത്ര പെട്ടെന്ന് നമ്മുടെ ഇന്ത്യക്കാരുടെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് RSSന് കഴിയില്ല. കാലക്രമേണ അവർക്ക് കഴിഞ്ഞേക്കാം, പക്ഷേ ഇപ്പോൾ കഴിയില്ല. കാരണം നോട്ടിൽ പോലും നമ്മൾ കാണുന്നത് ഈ മഹാത്മാഗാന്ധിയുടെ പടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കൊച്ചുകുട്ടികൾ കട്ടബൊമ്മ മുതൽ കുട്ടിച്ചാത്തം വരെ മഹാത്മാഗാന്ധിയാണ് ഫാദർ ഓഫ് ദി നേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ ഒരു തലമുറ കൂടെ കഴിയേണ്ടി വരും. അതുപോലെയാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങളെല്ലാം ഇങ്ങനെ താലിബാനെതിരെ അമേരിക്ക തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പാക് നാറ്റോ, സൗദി അറേബ്യയുടെ കണ്ണെന്ന് പറഞ്ഞാൽ എവിടെയാണ്? സൗദി അറേബ്യയുടെ കണ്ണ് ബലൂച്ചിലെ ഓയിൽ ഫീൽഡിലാണ്. അല്ലാതെ പാകിസ്ഥാൻ അടികൊണ്ട് കളിയുമ്പോൾ സൗദി അറേബ്യ ഓടി വരെയൊന്നുമില്ല. പാകിസ്ഥാനിലെ ബലൂച്ച്, കാരണം സൗദി അറേബ്യ വഴി ഇങ്ങോട്ടേക്ക് വരാനുള്ള പദ്ധതിയാണ് അമേരിക്ക നോക്കുന്നത്. അമേരിക്കയ്ക്ക് ഇപ്പോൾ ഡയറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിറങ്ങാൻ പറ്റില്ല. ഡയറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നാൽ ബലൂചിസ്ഥാനിലെ ബലൂച്ച് ലിബറേഷൻ ആർമിയെ നേരിടേണ്ടി വരും, ഇന്ത്യയെ നേരിടേണ്ടി വരും, ചൈനയെ നേരിടേണ്ടി വരും. ചൈനയുടെ സെപ്പക്, അതായത് ബെൽറ്റ് ആൻഡ് റോഡ് അതുവഴിയാണ് കടന്നു പോകുന്നത്. ചൈനയെ നേരിടേണ്ടി വരും, പിന്നെ റഷ്യയെ നേരിടേണ്ടി വരും. ഇത്തരം രാജ്യങ്ങളെല്ലാം നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ അടി ഇപ്പോഴൊന്നും നിൽക്കാനുള്ള സാധ്യതയില്ല. പാകിസ്ഥാൻ ഇനിയും താലിബാനെ ആക്രമിക്കും. ആക്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ മണ്ടന്മാർക്ക് അറിഞ്ഞുകൂടാ, ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന മണ്ടന്മാർക്ക് അറിഞ്ഞുകൂടാ യഥാർത്ഥത്തിൽ നമ്മളെ ഉപയോഗിച്ച് അമേരിക്ക കളിക്കുകയാണ്. ഇനി അത് അറിയാമെങ്കിലും ആ രാഷ്ട്രീയ നേതാക്കന്മാർ അവന്മാരൊരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ 2 പെട്ടി എടുത്ത് കഷത്തി തിരുവി കുറേ ഡോളറുമായിട്ട് നേരെ വല്ല അമേരിക്കയിലോ ലണ്ടനിലോ ഉഗാണ്ടയിലൊക്കെ പോയി അവിടെ ഏതെങ്കിലും സ്വിമ്മിംഗ് പൂളിലൊക്കെ അടിച്ച് കുളിച്ച് അവിടെ അങ്ങ് ജീവിച്ചോളൂ എന്നുള്ളതാണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ബലിയാടാവുന്നത് പാവപ്പെട്ട ജനങ്ങളായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയല്ലോ. അപ്പോൾ ശരി.